വ്യക്തവുമായ സ്വപ്നങ്ങൾ ആവശ്യമാണ്. ഞാൻ ഇവിടെ ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾക്ക് വിജയിക്കാൻ അതിന്റെ മേലെ ഒന്ന് അടിവരയിടുന്നു. ഈ സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നവർക്ക് മാത്രമേ ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ സ്വപ്നങ്ങളെ എന്താണ് സ്വപ്നവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം? ആഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് ഈ ക്ലാസ് പെൻസ് കിട്ടിയാൽ നല്ലതാണ്, 100 ഏക്കർ പറമ്പുണ്ടായത് നല്ലതാണ്, ഒക്കെ അതൊക്കെ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വെറും വ്യാമോഹങ്ങളാണ്. അത് കിട്ടിയാ കിട്ടി, അതിനെ നമുക്ക് ആഗ്രഹം എന്ന് പറയാം. എന്നാൽ അത് ലക്ഷ്യമാവുന്നത് നിങ്ങൾ അതിനൊരു ഡേറ്റിന്റെ ഒരു ഫ്രെയിം കൊടുക്കുമ്പോഴാണ്. ഒരു ഡേറ്റ് ഫ്രെയിം കൊടുത്തിട്ട്, അതായത് ഇന്ന ദിവസത്തിനുള്ളിൽ ഇന്ന സമയത്തിനുള്ളിൽ എനിക്ക് അത് അച്ചീവ് ചെയ്യണം എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി ഒരു ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് മുതൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഇപ്പൊ ഓണം വരികയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഓണം വരിക. ഈ ഓണം ആഘോഷിക്കാൻ വീട്ടില് ഇപ്പൊ 3-4 ആഴ്ചയുള്ളൂ. അതിനുള്ള ഇവിടെ ഈ ഓണം അടിപൊളിയാക്കാം. നിങ്ങൾ ചെറിയൊരു ലക്ഷ്യം വയ്ക്കും. സ്വപ്നങ്ങൾ പല രീതിയിലുണ്ട്, ലോങ് ടൈം, മിഡ് ടൈം, ഷോർട്ട് ടൈം. ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയത്, ഈ ഓണാകം ആഘോഷിക്കാൻ വീട്ടില് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ ഡ്രസ്സിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾ നിശ്ചയിക്കും. ആ എമൗണ്ട് ഈ ബയോട്ടോറിയത്തിന്റെ വരുമാനം കൊണ്ട് നേടുമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അടിവരയിടും. അതിനുവേണ്ടി ഇത്ര ഫാമിലി ബോണസ് അല്ലെങ്കിൽ ഇത്ര അവയർനെസ് ബോണസ് വേണം. സ്വാഭാവികമായിട്ടും നിങ്ങൾ 1 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ അടുത്തൊരു മാസത്തിനുള്ളിൽ ഓണത്തിന് വേണ്ടിയിട്ട് ഡ്രസ് എടുക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അല്ലാതെ ചില കടങ്ങളുണ്ട്, ചെറിയ പണയം വെച്ചതൊക്കെ ഉണ്ടാവാം, ഇതൊക്കെ എടുക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ എന്ന് പ്രതീക്ഷിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ 1 ലക്ഷം രൂപ ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ആ ഡേറ്റ് വെക്കുന്ന സമയത്ത് സെപ്റ്റംബർ 1-ാം തീയതി എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചാൽ, അപ്പൊ കൃത്യമായിട്ട് ഇത്ര ദിവസം ഉണ്ട് നമ്മുടെ മുന്നിൽ, 30 ദിവസം ഉണ്ട്, 60 കട്ട് ഓഫ് ഉണ്ട്. 60 കട്ട് ഓഫ് കൊണ്ട് 1 ലക്ഷം രൂപ എനിക്ക് സമ്പാദിക്കണം. അതിലിപ്പോ ഏകദേശം 100 PVയുടെ ഫാമിലി ബോണസ് ആണ് നമ്മൾ അടിക്കണമെങ്കിൽ ഒരു 13 ഫാമിലി ബോണസ് വേണം നമുക്ക്, അല്ലെ? ഏകദേശം ഒരു 13 ഫാമിലി ബോണസ് വേണം. അപ്പൊ 60 കട്ട് ഓഫിൽ 13 ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യണം. ഈ 13 ഫാമിലി ബോണസ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഓരോ ആഴ്ചയിലേക്കും അതിനെ ഡിവൈഡ് ചെയ്യാം. 4 ആഴ്ച ഉണ്ടെങ്കിൽ ആവറേജ് 2 ഫാമിലി ബോണസ് വെച്ച് 3 ഫാമിലി ബോണസ് വെച്ചാൽ 12 ആഴ്ചയായി. 12 ഫാമിലി ബോണസ് ആയി. ഒരു 3 ഫാമിലി ബോണസ്, 4 3 12 ആയി. അപ്പൊ ആഴ്ചയിൽ 3 ഫാമിലി ബോണസ് വേണം. അത് നമ്മുടെ പ്ലാൻ കുറച്ചുകൂടി ക്ലാരിറ്റി വരികയാണ്. നമ്മൾ ഒരു ലക്ഷ്യം നിശ്ചയിക്കുന്നു, ആ ലക്ഷ്യത്തെ ചെറിയ ചെറിയ കഷണങ്ങളാക്കി മാറ്റുന്നു. ആ ചെറിയ കഷ്ണം എങ്ങനെ നടപ്പിലാക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ നമ്മൾ 1 ലക്ഷം രൂപയാണ് നമ്മുടെ ഉദ്ദേശം. ആ 1 ലക്ഷത്തിനെ 1 മാസത്തേക്ക് 4 ആഴ്ചയിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഓരോ ആഴ്ചയിലും 3 ഫാമിലി ബോണസ് നമുക്ക് അച്ചീവ് ചെയ്യണം. ആ 3 ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ആക്ഷൻ പ്ലാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ആ ഒരു 3 ഫാമിലി ബോണസിന് വേണ്ട പ്രവർത്തനം എന്തൊക്കെയാണ്? അപ്പൊ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ടീമിന്റെ ഉള്ളിലേക്ക്, നിലവിലുള്ള നമ്മുടെ ടീമിന്റെ ഉള്ളിലേക്ക് നമ്മൾ ടോർച്ചടിക്കും. അതിൽ ആർക്കൊക്കെയാണ് നമ്മളെ പോലെ ആഗ്രഹമുള്ളത്, ആർക്കൊക്കെയാണ് നമ്മളെ പോലെ വരുമാനം നേടണമെന്ന് ആഗ്രഹമുള്ളത്, ആരൊക്കെയാണ് പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ളത്, ആഗ്രഹം, പ്രവർത്തന സന്നദ്ധത, സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ആരൊക്കെയാണ് തയ്യാറുള്ളത്, അങ്ങനെയുള്ള കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നിങ്ങളൊരു ഡ്രീം ഉണ്ടാക്കി കൊടുക്കണം ഓണത്തിനെ കുറിച്ച്. അല്ലെങ്കിൽ അവർക്കൊരു ഷോർട്ട് ടൈം ഗോൾ ഉണ്ടാക്കി കൊടുക്കണം. ആ ഗോളിൽ നിന്നുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒരു ഡേറ്റിന്റെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും പിന്നെ അവരും നമ്മളെക്കാൾ ആവേശത്തോടെ നമ്മോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങും. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അവരുടെ കൂടെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ പറയുന്ന 3 ഫാമിലി ബോണസ് കിട്ടണമെങ്കിൽ, 1 ഫാമിലി ബോണസ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ ചോദ്യം ഇതാണല്ലോ. ആ 1 ഫാമിലി ബോണസ് കിട്ടണമെങ്കിൽ എത്ര ആളുകളെ കാണണം? അപ്പോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരുടെ ലിസ്റ്റിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആ ലിസ്റ്റിലുള്ള ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളുടെ അപ്പോയിന്റ്മെന്റ് എടുക്കും. ഇതൊക്കെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമുക്കത് നിരന്തര സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കി പറയുന്നു മാത്രം. അങ്ങനെ കൃത്യമായിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് അവരെ പോയി നമ്മൾ 1-to-1 മുഖാന്തരമോ ഹോം മീറ്റിംഗിലേക്കോ നമ്മുടെ വീക്കിലി കമ്പനി പ്രോഗ്രാമിലേക്കോ നമ്മുടെ ഗ്രൂപ്പ് മീറ്റിംഗിലേക്കോ ക്ഷണിച്ചുകൊണ്ട് ഈ കമ്പനിയെ കുറിച്ചുള്ള, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള, കമ്പനിയെ കുറിച്ചുള്ള, മാർക്കറ്റിംഗ് പ്ലാനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിലൂടെ നമ്മളൊരു 10 പേരെ കണ്ടാൽ
നമുക്ക് ഒരു 4 പേരെ ഈസി ആയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ് വളരെ സിമ്പിളായി. വെറും 3100 രൂപയ്ക്ക് പോലും ഈ ബിസിനസ്സിലേക്ക് ആളുകളെ കൊണ്ടുവരാം. ഇനി ക്യാഷ് ഇല്ല എന്നൊരു പരാതി ആളുകൾ പറയാൻ സാധ്യതയില്ല. 9800 10,700 വേണ്ട, 3200 എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു സാധാരണക്കാരൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവയർനെസ് ബോണസ് മുഖാന്തരമോ ഫാമിലി ബോണസ് മുഖാന്തരമോ നമ്മൾ ഈ പറഞ്ഞ ആഴ്ച വരുമാനത്തെ കൃത്യമായിട്ട് ഗഡുക്കളാക്കി മാറ്റണം. കൃത്യമായി ആളുകളെ കൃത്യമായി 1-to-1 കൊടുക്കുന്നു, ഹോം മീറ്റിംഗ് ചെയ്യുന്നു, അവരെ വീണ്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. ആ സെയിൽസ് ക്ലോസ് ചെയ്യുന്നത് വരെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിലൂടെ അങ്ങനെ ഓരോ ആഴ്ചയിലും ഈ പറഞ്ഞ അളവില് 2, 3, 4 ഏത് രീതിയിലാണെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന വരുമാനം ഉണ്ടാക്കാൻ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം വേണ്ടത് ഈ ബിസിനസ്സിൽ നിങ്ങൾ കോടീശ്വരനായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ആദ്യം വേണ്ടത് ക്ലാരിറ്റി ഉള്ള ഒരു ഡ്രീമാണ്. എനിക്ക് എന്തെല്ലാം ജീവിതത്തിൽ വേണം, അത് എന്ന് വേണം, എപ്പോ വേണമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ സക്സസ് ആരംഭിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യം ഡ്രീം ഉണ്ടാവുക എന്നുള്ള ഒരു വ്യക്തി നിലയ്ക്ക്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കമ്മിറ്റ്മെന്റ് ആണ്. ആ ഡ്രീമിനോട് അത് കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ട ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ ഏറ്റെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങളിൽ എന്തെങ്കിലും തുന്നിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ തുന്നിച്ചേർക്കുക, വെട്ടിക്കളയേണ്ടതുണ്ടെങ്കിൽ വെട്ടിക്കളയണം. നമ്മൾ പല ചിന്താഗതിയുള്ള പല പെരുമാറ്റങ്ങളുള്ള ആളുകളാണ്. ദേഷ്യം വരുന്നവരുണ്ടാവും, പിണക്കമുള്ള ആളുകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണാം. അപ്ലൈൻ വിളിച്ചില്ല, അല്ലെങ്കിൽ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല, അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ എനിക്ക് ലൈക്ക് അടിച്ചില്ല, എങ്ങനെയൊക്കെയും പറഞ്ഞ് പിണങ്ങുന്ന ആളുകളൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിർദോഷമായിട്ടുള്ള, അതായത് നമ്മുടെ കരിയറിനെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ചില ആളുകളെ സംബന്ധിച്ച് ഡിസിപ്ലിൻ ടൈം പഞ്ചാലിന്റെ കാര്യത്തിലായിരിക്കാം, ചില ആളുകളെ സംബന്ധിച്ച് അച്ചടക്കത്തിന്റെ കാര്യത്തിലായിരിക്കും, ഇങ്ങനെ ചില ആളുകൾ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിലായിരിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള പോരായ്മകളും ഒരു പക്ഷേ നമ്മൾക്ക് ഉണ്ടാവാം. ഇതിനെല്ലാം നമ്മൾ മറികടക്കണം. മുറിച്ചു കളയേണ്ടത് മുറിച്ചു കളയും വേണം, തുന്നിച്ചേർക്കേണ്ടത് തുന്നിച്ചേർക്കണം. ചില ആളുകൾക്ക് ഈ മേഖലയെ കുറിച്ച് ഒരു പക്ഷേ അറിവുണ്ടാവണം നിർബന്ധമില്ല. അറിവ് നമ്മൾ സമ്പാദിച്ചാൽ മതിയാവും. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഇതിന് വേണ്ട ഇതിന്റെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ കൃത്യമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കും നമ്മൾ ഈ ബിസിനസ്സിൽ. ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അറിവുണ്ടാക്കുക എന്നത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബിസിനസ്സിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നത് പ്രോഗ്രാംസുകളാണ്. അറ്റൻഡ് ഓൾ ദ പ്രോഗ്രാം, അറ്റൻഡ് ഓൾ ദ പ്രോഗ്രാം. നിങ്ങളുടെ അപ്ലൈനുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ടീമുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് എവിടെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൽ ആദ്യം എത്തുന്ന ആള് ഞാനും അവസാനം അവിടെ നിന്ന് പോകുന്ന ആള് ഞാനായിരിക്കണം. സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഒരു പ്രോഗ്രാമും നിങ്ങൾ മിസ് ചെയ്യരുത്. പ്രോഗ്രാം, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊമോഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബിസിനസ്സിൽ പല ആളുകളും വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. എനിക്ക് പോവാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ എന്റെ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല. തെറ്റായ ഒരു കീഴ്വഴക്ക, അവിടെ നിങ്ങൾ തിരുത്തണം. പ്രൊമോഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ടീമിലുള്ള ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാവണം. അവരെ പ്രോഗ്രാമുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറ്റൻഡ് ഓൾ ദ പ്രോഗ്രാം. ഏതൊക്കെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ? ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് വീക്കിലി മീറ്റിംഗ്. കമ്പനി നടത്തുന്ന വീക്കിലി പ്രോഗ്രാമിൽ നിങ്ങൾ നിറസാന്നിധ്യമാവണം. നിങ്ങളും നിങ്ങളുടെ ടീമും നിങ്ങളുടെ ഗസ്റ്റും അവിടെ ഉണ്ടാവണം. ആരൊക്കെയാണ് ഉണ്ടാവേണ്ടത്? നിങ്ങൾ ഉണ്ടാവണം, നിങ്ങളുടെ ടീമംഗങ്ങൾ ഉണ്ടാവണം, കൂടെ പുതിയ ഗസ്റ്റുകൾ, അതിഥികളെ നമ്മൾ എത്തിക്കണം. ഈ 3 കൂട്ടരെ അവിടെ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ടീം റൺ ചെയ്യുന്നത്. ഓരോ ആഴ്ചയിലും ഓരോ പ്രോഗ്രാമിനും പുതിയ ആളുകളെ പങ്കെടുപ്പിക്കാൻ ടീം ഒന്നിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ ടീമിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ ഒരു പടവ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. പല ആളുകൾക്കും ടീം ഉണ്ടാവാറുണ്ട്, ആളുകൾ ജോയിൻ ചെയ്യാറുണ്ട്, പക്ഷെ അതിനൊരു ടീമാക്കി മാറ്റാനോ മുന്നോട്ട് നയിക്കാനോ പലപ്പോഴും കഴിയാറില്ല. കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നില്ല. എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പല ആളുകൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കുകയാണ് നല്ലത്. സത്യമായിരിക്കാം, പക്ഷെ അത് അപ്രിയാണെന്ന് തോന്നിയാൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മളത് പരസ്യമായിട്ട് പറയാതിരിക്കുകയാണ് നല്ലത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബിസിനസ്സിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗൺലൈനോടോ അപ്ലൈനോടോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. വിമർശനങ്ങൾ ഒരിക്കലും പരസ്യമായിട്ട് ചെയ്യരുത്.
വിമർശനങ്ങൾ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ചെയ്യുക. ഒരിക്കലും വ്യക്തിയെ വിമർശിക്കരുത്. ചെയ്ത കാര്യത്തെ, ചെയ്ത പ്രവൃത്തിയെ വിമർശിക്കാം. സാർ ഇന്നലെ ചെയ്ത കാര്യം അത് എനിക്ക് മനസ്സിനെ വേദനിച്ചോ, ശരിയായില്ല കേട്ടോ സാറേ, പേഴ്സണൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് എന്ത് വിഷമം നിങ്ങളുടെ അപ്ലൈനോട് ഉണ്ടായാലും ഡൗൺലൈനോട് ഉണ്ടായാലും അത് കിടന്നുറങ്ങുന്നതിന് മുമ്പ്, രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിച്ചിരിക്കണം. കാരണം ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത് റിലേഷൻഷിപ്പിലാണ്. ശരിയായ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനും തമ്മിൽ, നിങ്ങൾ നിങ്ങളുടെ ഡൗൺലൈനും തമ്മിൽ, ടീമംഗങ്ങളും തമ്മിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും പല ലീഡേഴ്സിനും പല വ്യക്തികൾക്കും കുറച്ചധികം ആളുകൾ വരും, പിന്നീട് അത് കൊഴിഞ്ഞു പോകുന്നത് കാണാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അവരെ കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ്. ചില ആളുകള് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മുള്ളൻപന്നി ബലൂൺ ഫാക്ടറിയിൽ വന്ന പോലെയാണ്. എന്താ സംഭവിക്കുക? ഒരു ബലൂൺ ഫാക്ടറിയിൽ നിറയെ ബലൂണുകൾ ഇങ്ങനെ വീർപ്പിച്ചു വെച്ച അതിന്റെ ഇടയിലേക്ക് മുള്ളൻപന്തി വന്നാൽ ആ ബലൂണ് ആ മുള്ളു വിതരണ സമയത്ത് എല്ലാ ബലൂണും പൊട്ടിപ്പോകും. ചില ആളുകൾ അങ്ങനെയാ, ടീമിലേക്ക് ആ ഗ്രൂപ്പിലേക്ക് വന്നാൽ ആ ടീം നശിച്ചു പോകും. അവരുടെ സംഭാഷണ രീതി കൊണ്ടാണ്, കമ്മ്യൂണിക്കേഷന്റെ പോരായ്മ കൊണ്ടാണ്. അവർ പോലും അറിയുന്നില്ല. ചില വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്നത് കേൾക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ എന്തും വെട്ടി തുറന്ന് പറയും. അത് ഈ ബിസിനസ്സിന് യോജിച്ചതല്ല. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയിക്കണം, തെറ്റുകൾ തിരുത്തണം. അത് കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് നമ്മൾ ചെയ്യണം. ഒരിക്കലും ഓപ്പൺ ആയിട്ട് ഒരു മീറ്റിംഗ് ഹാളിൽ വെച്ചിട്ടോ പൊതുവേദിയിൽ വെച്ചിട്ടോ ഒരാളെയും വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല. കാരണം ഇവിടെ നമ്മൾ ആരുടെയും ബോസ് അല്ല, മുതലാളിയല്ല, രക്ഷിതാവും അല്ല, അല്ലെ അച്ഛനോ അമ്മയോ അങ്ങനെയുള്ള ആളുകളല്ല. നമ്മുടെ കോ വർക്കേഴ്സ് ആണ്, നമ്മുടെ അസോസിയേറ്റ്സ് ആണ്. ആ പരസ്പര പ്രതിപക്ഷ ബഹുമാനം എപ്പോഴും നമ്മൾ കൊടുക്കണം. വിമർശനം ആവശ്യമാണ്, എങ്ങനെ? പേഴ്സണൽ ആയിട്ട്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അഭിനന്ദനം. അത് പരസ്യമായിട്ട് ചെയ്യണം. അഭിനന്ദനങ്ങൾ പരസ്യമായിട്ട് ചെയ്യണം. ഒരു വ്യക്തിയെ എഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങൾ, ചെയ്ത പ്രവർത്തികളെ എഡിഫൈ ചെയ്യണം, ഇല്ലാത്ത കാര്യത്തെയല്ല. അതായത് നമ്മൾ ഒരാളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളായി മാറരുത്. അത് വളരെ അത് കൃത്യമായിട്ട് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്രീസിയേഷൻ ഇവിടെ ആവശ്യമാണ്. ഇത് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ഈ ബിസിനസ്സിൽ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയുക. ഒരു വ്യക്തിയുടെ കഴിവിനെ വർദ്ധിപ്പിക്കാനും ഒരു വ്യക്തിയുടെ കഴിവ് മുഴുവനായി പുറത്തെടുക്കാനുമുള്ള ലോകത്തിൽ ഇന്നുള്ള ഏറ്റവും നല്ല ശാസ്ത്രീയ രീതി, വശം എന്ന് പറയുന്നത് അവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. അഭിനന്ദനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ കഴിവിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അത് ശരിയായ രീതിയിലാവണം. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തണം. ടീമിലേക്ക് രാവിലെയും വൈകിട്ടും ഏറ്റവും കുറവ് 2-3 തവണയെങ്കിലും നിരന്തരമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഏറ്റവും ഒരു 10-15 ജൂനിയർ സൈഡിലും വിന്നർ സൈഡിലും ഒരു 10 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ഡെയിലി അവരിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. സെയിൽ ഉണ്ടോ എന്ന് മാത്രം ചോദിക്കാനല്ല കമ്മ്യൂണിക്കേഷൻ. അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവർക്ക് വേണ്ട ഹെൽപ്പുകള്, അവർക്ക് വേണ്ട അറിവുകള്, അവർക്ക് ആ ഒരു രീതിയിൽ അവരുടെ ഒരു സ്പോൺസർ എന്ന് പറയുമ്പോൾ അല്ലെ അപ്ലൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ വേദനകളിൽ ആശ്വാസമായിട്ട് മാറാൻ നമുക്ക് കഴിയണം. അവരുടെ നേട്ടങ്ങളിൽ നമ്മൾ അഭിമാനിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ നമ്മൾ ഓരോ വ്യക്തികളും മാറുമ്പോഴാണ് ടീം എന്ന് പറയുന്ന ആ ചാലക ശക്തി വർക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി സംഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ ടീം ചലിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രവർത്തനം, ഞാൻ പറഞ്ഞു ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യവും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യവും നോളേജ് എന്ന് പറയുന്ന കാര്യം മൂന്നും കൂടി കൃത്യമായി ബാലൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തുക. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പ്രോഗ്രാമുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു സിസ്റ്റത്തിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. എല്ലാ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്യുക. ഞാൻ പറയുകയുണ്ടായി, വീക്കിലി പ്രോഗ്രാം ഒന്നാമത്തെ കാര്യം മസ്റ്റ് ആണ്. രണ്ടാമത് വളരെ വളരെ ഇമ്പോർട്ടൻസോട് കൂടി പറയുന്നു, NDO, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം, NDOP. ഇതിൽ കടന്നു വരുന്ന വ്യത്യസ്തരായ ആളുകളെ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത്, എങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, പഠിപ്പിക്കുന്ന ഒരു സെഷനാണ് NDO എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേരെ ഈ ബിസിനസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാലും
അതിൽ എത്ര പേരെ NDO പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. 100 പേരെ ചില ആളുകൾ പറയാം എനിക്ക് എത്ര പേരെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും, എനിക്ക് ടീം ഉണ്ടാവുന്നില്ല സാറേ. അതിന്റെ കാരണം, ടീം ഉണ്ടാവാത്തതിന്റെ കാരണം ആ കടന്നു വന്ന കസ്റ്റമറായ ആളുകളെ ഡിസ്ട്രിബ്യൂട്ടറായി, ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതിൽ കടന്നു വരുന്ന ഞാനും നിങ്ങളും കസ്റ്റമർ ആയിട്ടാണ്. കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നു, ഡിസ്ട്രിബ്യൂട്ടർ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നു, ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ അച്ചീവർ ആവുന്നു, അച്ചീവർ ലീഡർ ആവുന്നു, ലീഡർ ആയ ആൾ സക്സസ് ആവുന്നു, സക്സസ് ആയി കഴിഞ്ഞാൽ ഫ്രീ ആവുന്നു. ഇതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എങ്ങനെയാവണം? നമ്മൾ ആദ്യം കസ്റ്റമർ ആണ്, ആ കസ്റ്റമറെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കണം. പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതോടെ അവർ ഡിസ്ട്രിബ്യൂട്ടർ ആയി. അവരെ ഇനി ആക്റ്റീവ് ആക്കണം. ആക്റ്റീവ് ആക്കാൻ നിങ്ങളുടെ കയ്യിൽ വേണ്ട ആയുധം പ്രോഗ്രാംസുകളും കമ്മ്യൂണിക്കേഷനും ആണ്. ഒരു വ്യക്തി ആക്റ്റീവ് ആക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇമ്മീഡിയറ്റ് അപ്ലൈനുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആ ദിവസം തന്നെ നിങ്ങൾ അവരുടെ വീട്ടിൽ ചെല്ലുക എന്നുള്ളതാണ്. അവരോട് അവരുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കുക, അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുതകുന്ന ഒരു വരുമാന മാർഗം സംവിധാനം ഇവിടെ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തും. പതുക്കെ അവരിൽ നിന്ന് ലിസ്റ്റ് ബിൽഡ് ചെയ്യിക്കുക. പതുക്കെ 2-3 ആളുകളെ, 4-5 ആളുകളെ അപ്പോയിന്റ് എടുപ്പിക്കുക. അങ്ങനെ 1 by 1 ആയി അവരെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വീക്കിലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അപ്പോഴാണ് അവർക്ക് അതിന്റെ വലിപ്പം മനസ്സിലാവുക. കസ്റ്റമർ ആയ ആളുകളെ ഡിസ്ട്രിബ്യൂട്ടർ ആകുന്നു, ആ ഡിസ്ട്രിബ്യൂട്ടർ ആയ ആളുകളെ ആക്റ്റീവ് ആക്കണമെങ്കിൽ NDOയിൽ അറ്റൻഡ് ചെയ്യണം, വീക്കിലി മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം. NDO കഴിഞ്ഞ സമയത്ത് ഒരു ധാരണ അവർക്ക് കിട്ടും, ഇതൊരു സിസ്റ്റം ആണെന്നും ഒരു ബിസിനസ് ആണെന്നും ഇത് ഇങ്ങനെ ചെയ്താലാണ് വിജയിക്കാന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ അവരെ പ്രൊഡക്റ്റ് ട്രെയിനിങ് നിർബന്ധമായി അറ്റൻഡ് ചെയ്യണം. നിർബന്ധമാണ് തുടക്കത്തിൽ തന്നെ. ഇവിടെ പല ആളുകൾക്കും പറ്റുന്ന മിസ്റ്റേക്ക്, ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈൻ ചോദിക്കാം, നമുക്ക് അവരുടെ അടുത്ത് പോകണ്ട, വേണ്ട അവർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സാറേ, കുറച്ച് സമയം കഴിയട്ടെ. പല ആളുകളും പറയുന്ന ഒരു മറുപടിയാണ്. ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ഇതിൽ പ്രവർത്തിക്കുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിലാണ്, 1 മാസത്തിനുള്ളിലാണ്. ഇങ്ങനെ ഒരു പഴമൊഴിയുണ്ട്, പുതുപ്പെണ്ണ് പുറപ്പരം തൂക്കും എന്ന് പറയും. പുതുപ്പെണ്ണ് പുറപ്പരം, അതായത് എന്ത് ജോലി വേണമെങ്കിൽ ആ സമയത്ത് എടുക്കും, ആവേശം ഉണ്ടാവും തുടക്ക സമയത്ത്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൽ ആദ്യം 1 മാസം 2 മാസത്തിനുള്ളിൽ അവർക്ക് ഏറ്റവും ആവേശം ഉണ്ടാവും, വലിയ രീതിയിൽ അവർ ഇതിനെ കാണുന്നുണ്ടാവും. ആ സമയത്താണ് അവരെ മാക്സിമം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, പൊക്കിയെടുക്കേണ്ടത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വച്ച് താമസിപ്പിക്കരുത്. പല ആളുകൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യില്ല. അവർ കാണുന്നവരോട് മുഴുവൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞ് നെഗറ്റീവുമായി മൈൻഡുമായി ഇരിക്കുന്ന സമയത്താണ് അപ്പോഴേക്കും കയറി ചെല്ലുന്നത്. നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ? അപ്പൊ അവരുടെ മനസ്സിൽ പറയും കുന്താണ് ഉണ്ടാക്കണ്ടേ, എനിക്ക് ഇനി ആരും കാണാനില്ല. ആ മൈൻഡ് സെറ്റിലേക്ക് എത്തും. നിങ്ങൾ ലിസ്റ്റ് ഇല്ലാത്ത ഒരാളുടെ കൂടിയും സത്യത്തിൽ പ്രവർത്തനത്തിന് പോകരുത്. സിസ്റ്റമാണത്. ഒരു അപ്ലൈന്റെ, ഒരു സ്പോൺസറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ലിസ്റ്റ് ഇടാൻ പറയലല്ല, ലിസ്റ്റ് അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിക്കലാണ്, ബിൽഡ് ചെയ്യിക്കലാണ്, അവരെ കൂടെ ചെന്നിരുന്ന് ചെയ്യിക്കലാണ്. അപ്പൊ കൃത്യമായിട്ട് ആ ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കൃത്യമായ സിസ്റ്റം അവർക്ക് കൊടുക്കണം. ലിസ്റ്റ് ബിൽഡിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ലിസ്റ്റിലുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് പ്ലാൻ, ഷോ ദ പ്ലാൻ, 3ാമത്തെ കാര്യം. പ്ലാൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 4ാമത്തെ കാര്യമാണ് ഫോളോ അപ്പ്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഒരു വ്യക്തിയെ ആക്റ്റീവ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് വരണം. അതിന് പ്രോഗ്രാംസുകൾ നിങ്ങളെ സഹായിക്കും. ഈ പറയുന്ന NDOP, അത് കഴിഞ്ഞാൽ NDOPയിലെ കാര്യങ്ങൾ ഒരു ധാരണ കിട്ടും അവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ അവരുമായിട്ട് അവരുടെ ഒപ്പം അവരുടെ കൊച്ചു ആഗ്രഹങ്ങൾ, അവരെ ആദ്യത്തെ ആഴ്ച ഒരു ക്രൈറ്റീരിയ വിഞ്ചയിക്കുക. ആ ഒരു 2-3 ദിവസം കൊണ്ട് ഒരു 10-15 ആളുകളെ ഒരാഴ്ച കൊണ്ട് കണ്ട് ക്രൈറ്റീരിയ വിഞ്ചയിക്കുക. ആദ്യത്തെ ഫാമിലി ബോണസിന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ, അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്രവർത്തന സജ്ജരാവും. ഇതൊന്നും പലപ്പോഴും ആളുകൾ ചെയ്യാറില്ല. ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിംഗിലേക്ക് വരാൻ പറയും, അവർ വരില്ല. 2-3 തവണ മീറ്റിംഗിലേക്ക് വരാൻ പറഞ്ഞ് വിളിക്കും, പിന്നെ അവർ ഫോൺ എടുക്കാണ്ടാവുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. അങ്ങനെ ഈ ബയോട്ടോറിയത്തിന്റെ ഗോസ്റ്റുകളെ, പ്രേതങ്ങളെ സൃഷ്ടിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു ഏരിയയിൽ ചെന്നാൽ അവർ പറയും ഇത് മുമ്പ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രേതത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവർ പോയി, പ്രൊഡക്റ്റ് കൊടുത്തു, അവർ പോയി. അവരെ NDO അറ്റൻഡ് ചെയ്യിക്കാനോ അവരെ പോയി ഒരു ഹൗസ് വിസിറ്റ് നടത്തി അവരുള്ളിലെ ആഗ്രഹങ്ങളെ പുറത്തെടുക്കാനോ ശ്രമിക്കാതെ അടുത്ത പുതിയ രോഗിനെ കണ്ടുപിടിക്കാൻ നമ്മൾ പോയി. ഇങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മളൊരു പരാജയമായിട്ട് മാറുന്നത്.
ഇവിടെ കൃത്യമായ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾ അനുവർത്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രീം ഉണ്ടാവണം, ആ ഡ്രീമിനോട് ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കണം. അവിടെ നമ്മളെ അറ്റൻഡ് ചെയ്യിപ്പിക്കേണ്ട ഓൾ പ്രോഗ്രാംസ് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് പറഞ്ഞത്? NDO, ഇനി അടുത്തത് നമ്മുടെ ടുഡേ വർക്ക്ഷോപ്പുകൾ, ടുഡേ ട്രെയിനിങ്, RTP, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം, ടുഡേ ക്യാമ്പുകൾ. അവിടെയാണ് ഒരു ലീഡറെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് പല ആളുകൾക്കും മെന്റൽ ബ്ലോക്കും മൈൻഡ് ബ്ലോക്കും ഉണ്ട്. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച്, ഈ രീതികളെ കുറിച്ചൊക്കെ ഉണ്ടാവും. ഈ മെന്റൽ ബ്ലോക്കും മൈൻഡ് ബ്ലോക്കും പൊട്ടുന്ന സ്ഥലമാണ് ടുഡേ ക്യാമ്പുകൾ. ഒരു ലീഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ടുഡേ ക്യാമ്പിലാണ്. അപ്പൊ നിങ്ങള് 10 പേരെ സ്റ്റാർട്ട് ചെയ്യിച്ചു, ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, പ്രൊഡക്റ്റ് ഇടിപ്പിച്ചു, അവരെ 10 പേരെയും NDO അറ്റൻഡ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷെ പൂർണ്ണമായി കഴിയണമെന്നില്ല. അതിൽ നിന്ന് 4 പേരെങ്കിലും നിങ്ങൾക്ക് ആക്റ്റീവായി കിട്ടും, ഉറപ്പാണ്. ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. ആ 4 ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടറെ ഫോളോ അപ്പ് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൽ നിന്ന് 1-2 പേര് അച്ചീവേഴ്സ് ആയിട്ടും ലീഡേഴ്സ് ആയിട്ടും മാറും. ഇതിനൊരു റേഷ്യോ ഉണ്ട്, 80-20 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കൂടുതൽ ആളുകളെ കാണാം. ഇതിൽ ഈ ബിസിനസ് വിജയിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേർഡാണ് മീറ്റ് ദ പീപ്പിൾ, മോർ മീറ്റ് ദ പീപ്പിൾ. ഇത് തന്നെ മാർഗമുള്ളൂ. കൂടുതൽ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ എത്തണം. അവിടെ ഒരു തരത്തിലും വീട്ടിലിരുന്നു കൊണ്ട് ഫോൺ ചെയ്തുകൊണ്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ബിസിനസ് അല്ല ഡയറക്ട് സെല്ലിംഗ്. ഇതൊരു ഹോം ബിസിനസ് ആണ്, പക്ഷെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ബിസിനസ് അല്ല, പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ബിസിനസ്സാണ്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, കഴുകൻ ആകാശത്ത് എത്ര ഉയരത്തിൽ പറഞ്ഞാലും എര പിടിക്കണമെങ്കിൽ അത് ഭൂമിയിലേക്ക് താഴ്ത്തേക്ക് ഇറങ്ങി വരണം. നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ടീം ഉണ്ടാവണമെങ്കിൽ, നിങ്ങളുടെ ലീഡർഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അച്ചീവർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി വരണം. വീട്ടിൽ ഇരുന്നു കൊണ്ട് ടീം ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഈ ബിസിനസ്സുമായി വിജയിക്കാൻ വേണ്ട സിസ്റ്റമാറ്റിക് ആയ പ്രവർത്തനങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞ ഈ 4 ബേസിക്: ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ ആൻഡ് ഫോളോ. ഇതാണ് പറയാ. ഡ്രീം ഉണ്ടാവണം, അത് നടപ്പിലാക്കാൻ വേണ്ട കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കണം. ആ കമ്മിറ്റ്മെന്റ് ഭാഗമാണ് ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ ആൻഡ് ഫോളോ. ഈ 4 ഘടകങ്ങൾ ഒരു കാറിന്റെ 4 ടയർ പോലെയാണ്. ഒരു ടയർ പഞ്ചറായി വണ്ടി ഓടില്ല എന്ന് പറഞ്ഞ പോലെ ലിസ്റ്റ് ഉണ്ടാവണം, കൃത്യമായി ഇൻവിറ്റേഷൻ ടെക്നിക്കുകൾ പഠിക്കണം. പല ആളുകൾക്ക് ഇന്ന് പരാതിയാണ്, ആളുകൾ വിളിച്ചിട്ട് വരുന്നില്ലേ. എന്തുകൊണ്ട് വരുന്നില്ല? വിളിക്കുന്ന രീതി ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ട്. അത് കൃത്യമായിട്ട് NDO നിങ്ങൾ പഠിപ്പിച്ചു തരും, എങ്ങനെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യണം. ഇൻവൈറ്റിംഗ് ടെക്നിക്സ് നമ്മൾ പഠിക്കണം. നമ്മൾ കുറച്ച് ഈ ബിസിനസ്സിനെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ കാണണം. നമ്മൾ 10,000 രൂപ ഒരു ഉൽപ്പന്നം വാങ്ങിയതാണെങ്കിൽ പോലും 10 കോടി ഇൻവെസ്റ്റ് ചെയ്ത മൈൻഡ് സെറ്റിൽ വേണം ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ. ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡിലൂടെ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡിലൂടെ ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറണം. നമ്മൾ വീട്ടമ്മയാവാം, വിദ്യാർത്ഥിയാവാം, വൃദ്ധനാവാം, ഓട്ടോറിക്ഷ തൊഴിലാളിയാവാം, IAS ഓഫീസർ ആവാം, സ്പോർട്സ്മാൻ ആവാം, ആരും ആവട്ടെ. നിങ്ങൾ ആര് തന്നെ ആയാലും ഒരു മുൻപരിചയം നിങ്ങൾക്ക് ഈ മേഖല ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡിലേക്ക്, ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നിരന്തരമായ പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് അത് സാധ്യമാവുക. നമുക്ക് വളരെ ആവേശത്തോടെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, വാടക വീട്ടിൽ താമസിച്ച, പലതവണ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച മനോജ് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന വ്യക്തിക്ക് 3 കോടി രൂപ ഈ ബിസിനസ്സിലൂടെ വെറും 4 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കണം എങ്കിൽ ആ വ്യക്തി ഈ പ്രോഗ്രാം, മനോജ് സാർ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണം. ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ഈ ഇൻഡസ്ട്രിയിൽ വന്ന് ഇന്ന് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ വൈ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? ഈ ചോദ്യം എനിക്ക് എന്നോട് ചോദിക്കാൻ സാധിക്കണം. അതിന് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഈ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ആളുകൾ കൂടുതൽ സീരിയസ് ആവുക. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ആഴത്തിലുള്ള അറിവാണ് ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്ത് നെഗറ്റീവ് കേട്ടാലും പിടിച്ചു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. പല ആളുകളും പറയും, ഇത് ചെയ്യലല്ലേ, വളയല്ലേ, നിങ്ങൾ ചാക്ക് കൊണ്ട് ആളെ പിടിക്കാൻ ഇറങ്ങിയേക്കാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഇത് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് മുകേഷ് അംബാനിയും ടാറ്റയും ചെയ്യുന്ന അതേ പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഒരു നെഗറ്റീവും നമ്മളെ പിന്തുടരില്ല. അവരും ചെയ്യുന്നത് 100 കണക്കിന് ആളുകളെ വെച്ച് പണിയെടുപ്പിക്കുകയാണ്. ആ 100 കണക്കിന് ആളുകളുടെ സമയത്തെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളും അതേ ടെക്നിക്ക് തന്നെയാണ് ചെയ്യുന്നത്. 100 കണക്കിന് ആളുകളുടെ സമയത്തെയും കഴിവിനെയും നമ്മളും ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. അവർ കോടികൾ മുതൽ മുടക്കുന്നു, നമ്മൾ
പൈസ മുതൽ മുടക്കാതെ ആ കഴിവ് സ്വന്താക്കും. വളരെ സിമ്പിൾ സിസ്റ്റം. ഇത് എനിക്ക് ബോധ്യപ്പെട്ടാൽ മറ്റുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും നമുക്കത് ഭയപ്പാടുണ്ടാക്കില്ല. പല ആളുകളും ഇത് ആളെപ്പെടുത്തല്ലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു ബിസിനസ്സും ആളെ പിടിക്കാതെ ആളിലൂടെ അല്ലാതെ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ബാങ്കില് ആളെപ്പെടുത്തല്ലേ? നോക്കിയോളൂ, എവിടെ വേണേ നിങ്ങൾ നോക്കിയോളൂ. സൂപ്പർ മാർക്കറ്റില് ആളെപ്പെടുത്തല്ലേ? ആ ആള് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇനി സിനിമ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആ തിയേറ്ററിൽ ആളുകൾ എത്തിയില്ലെങ്കിൽ ആ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും? അപ്പൊ ലോകത്ത് ഇന്ന് എന്ത് നടക്കുന്നുണ്ടെങ്കിലും അത് ആളുകളിലൂടെയാണ്. ഇതും ഈ ബിസിനസ്സും ഉൽപ്പന്നങ്ങൾ, ഏറ്റവും മാന്യമായ ഉൽപ്പന്നങ്ങൾ, ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ആളുകളിലൂടെ കൈമാറും. അവിടെ ടി വിയില് നമ്മളെ മഞ്ജുവാരനും കോഹ്ലിയും പറയുന്ന സമയത്ത് ആളുകൾ അംഗീകരിക്കുന്നു, നമ്മൾ നേരിട്ട് അവരോട് പറയുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസിന്റെ ബ്യൂട്ടി നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഡയറക്ട് സെല്ലിംഗ് വലിയൊരു അവസരമാണെന്ന്. അപ്പൊ തീർച്ചയായിട്ടും സിസ്റ്റത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഡ്രീം, കമ്മിറ്റ്മെന്റ്, ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്. ഈ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട്. ഇത് ഏത് വ്യക്തി സ്വയം നടപ്പിലാക്കുന്നു, ഏതെല്ലാം വ്യക്തികൾ അവരുടെ ടീമിൽ നടപ്പിലാക്കുന്നു, അവരുടെ ടീമിൽ എത്ര പേരെ കൊണ്ട് ഇത് നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അവരുടെ വിജയം. ആ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്റെ ടീമിൽ വരുന്ന 10,000-ാമത്തെ ആളും 50-ാമത്തെ ആളും 500-ാമത്തെ ആളും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. ഞാൻ റീപർച്ചേസ് ചെയ്യുന്നു, എന്റെ ടീമിൽ 500-ാമത്തെ ആളും 1000-ാമത്തെ ആളും 10,000-ാമത്തെ ആളും റീപർച്ചേസ് ചെയ്യുന്നു. ഞാൻ 1-to-1 കൊടുക്കുന്നു, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ഇതും അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ആയിരിക്കണം നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അതാണ് പറഞ്ഞത്, ലിസ്റ്റ് ഞാൻ ചെയ്യുന്നു, എന്റെ ടീമിലുള്ള കടന്നു വരുന്ന ഓരോ വ്യക്തികളും ചെയ്യുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് ലിസ്റ്റ് ബിൽഡിങ്ങും ഇൻവിറ്റേഷനും ഷോ ദ പ്ലാനും ഫോളോ അപ്പും നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ദിവസങ്ങളിൽ ചെയ്യാം. വലിയൊരു പഠന വിഷയമാണത്. ഇത് പഠിച്ച് ചെയ്യേണ്ട ബിസിനസ് ആണ്. ഭാഗ്യം കൊണ്ടല്ല ഒരു വ്യക്തിക്ക് ടീം ഉണ്ടാവുന്നത്. നിങ്ങൾ തിരിച്ചറിയുക. ചില ആളുകൾ പറയാറുണ്ട് മനോജ് സാറിന് ഒരു ഭാഗ്യേ. ചിലവർ പറയും ആളുടെ തലയിൽ വരച്ച് നമ്മുടെ എവിടെയെങ്കിലും വരച്ചെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെന്ന് പറയും. ഇത് ഭാഗ്യം എന്ന് പറയുന്നത് നിരന്തരമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ലക്ക്, ഒരു പ്രശസ്ത ഒരു ട്രെയിനർ വാചകമുണ്ട്, പൂമ്പാറ്റിയും പറക്കും കടലാസും പറക്കും. എപ്പോ? കാറ്റുള്ളപ്പോ. പൂമ്പാറ്റിയും പറക്കും കടലാസും. നല്ല കാറ്റുള്ള സമയത്ത് കടലാസ് ഏതാണോ പൂമ്പാറ്റ ഏതാണോ നമുക്ക് ഒരു പക്ഷെ തിരിച്ചറിയാൻ കഴിയില്ല. കാറ്റ് നിൽക്കുമ്പോൾ അറിയാം കടലാസ് ഏതാണ് പൂമ്പാറ്റ ഏതാണ്. കാരണം എന്താ? കടലാസ് പറക്കുന്നത് കാറ്റിന്റെ ബലത്തിലും പൂമ്പാറ്റ പറക്കുന്നത് അതിന്റെ ചിറകിന്റെ ബലത്തിലാണ്. ഇവിടെ വിജയിച്ച എല്ലാവരും കാറ്റുകൊണ്ട് വിജയിച്ച ആളുകളല്ല, അവരവരുടെ ചിറകിന്റെ ബലം കൊണ്ട് വിജയിച്ച ആളുകളാണ്. അതിൽ ഏറ്റവും നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ ലീഡറാണ് നമ്മുടെ മനോജ് സാർ. ഒരു സാധാരണക്കാരൻ, എനിക്ക് വളരെ ബഹുമാനം ആ വ്യക്തിയോട്. വളരെ സിമ്പിൾ ആയിട്ട് പെരുമാറുന്ന, ഒരു തലക്കനില്ലാത്ത, നമ്മുടെ കൂട്ടത്തിൽ അലിഞ്ഞു ചേരുന്ന, എന്ത് പരാതി പറഞ്ഞാലും പ്രശ്നങ്ങൾ പറഞ്ഞാലും വളരെ ക്ഷമയോടെ കേൾക്കുന്ന, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്ന നല്ലൊരു ലീഡർ. ഇത്തരത്തിലുള്ള ആളുകള്, ഇത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് ഈ ബിസിനസ്സിന് സ്ഥാനമുള്ളത്. ഇപ്പോ ഞാനിവിടെ അദ്ദേഹത്തിന് എഡിഫൈ ചെയ്ത ഞാനൊരു ഉദാഹരണം കൂടി പറയാണ്. അദ്ദേഹത്തിന്റെ സദ്ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ നമ്മുടെ ടീമിലെ ലീഡേഴ്സിനെ കുറിച്ച് വേണം, ടീം അംഗങ്ങളെ കുറിച്ച് വേണം. ഇതാണ് നമ്മൾ മുന്നോട്ട് നയിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സമയം 6:81. ഓക്കെ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഞാൻ അനുവർത്തിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട സിസ്റ്റങ്ങൾ. ഡ്രീം, കമ്മിറ്റ്മെന്റിൽ എന്തൊക്കെയാണ്? ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ ആൻഡ് ഫോളോ അപ്പ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഒരു ദിവസം ഈ പറയുന്ന 4 ബേസിക് എന്നാണ് ഇതിനെ പറയാം. ഈ 4 ബേസിക് തന്നെ ഒരു സെഷൻ നമുക്ക് ചെയ്യാം. എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം, എങ്ങനെ ലിസ്റ്റ് മേക്ക് ചെയ്യണം, എങ്ങനെ നമ്മൾ 1-to-1 കൊടുക്കണം, അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, ഇന്ന് വരെ ചെയ്യണം. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇനി 6ാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഡ്രീം, കമ്മിറ്റ്മെന്റ്, ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്. അടുത്തതാണ് പ്രോഗ്രസ് ചെക്ക്. 7ാമത്തെ സ്റ്റെപ്പാണ്. അതായത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ 8 കോർ സ്റ്റെപ്പ് എന്ന് പറയും. ഡ്രീം, കമ്മിറ്റ്മെന്റ്, ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ ആൻഡ് ഫോളോ അപ്പ്. അടുത്തത് 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോഗ്രസ് ചെക്ക് ആണ്. 8ാമത്തെ സ്റ്റെപ്പ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഈ 8 സ്റ്റെപ്പുകളാണ്
ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ വിജയിക്കാൻ അനുവർത്തിക്കേണ്ട രീതികൾ. ഇതിലൂടെ കടന്നുപോയാൽ ഇത് മാത്രമേ നിങ്ങൾ ചെയ്യണ്ടോ ഈ ബിസിനസ് വിജയിക്കാൻ വേണ്ടി. ഇതിലൂടെ കടന്നുപോയാൽ 100% നിങ്ങൾ ഒരു സക്സസ് പേഴ്സൺ ആയിരിക്കും. അപ്പൊ പ്രോഗ്രസ് ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെയിൽ നിന്ന് എനിക്ക് എന്ത് മാറ്റം ഉണ്ടായി, നമ്മൾ സ്വയം ഒന്ന് മെഷർ ചെയ്യണം. എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ ടീമിന്റെ ഒരു ടീം മീറ്റിംഗ് ഉണ്ടാവണം. അവിടെ പുതിയ ആളുകൾ വിളിച്ചിരുത്തരുത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രം. അവിടെ കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തണം. അടുത്ത ആഴ്ചത്തെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യണം. ഈ ആഴ്ച ആർക്കൊക്കെ നമുക്ക് ഫാമിലി ബോണസ് വാങ്ങാം, ആരൊക്കെ അവയർനെസ് ബോണസ് വാങ്ങും, എത്ര വരുമാനങ്ങൾ വാങ്ങും, അതിന് ഏതൊക്കെ ലീഡർ എവിടേക്കും പ്രവർത്തനത്തിന് വരണം, ആരുടെയൊക്കെ വീട്ടിലാണ് ഹോം മീറ്റിംഗ് ഉള്ളത്. ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോഗ്രസ് ചെക്ക് നമ്മൾ നടക്കണം. നമ്മൾ എത്ര വേഗത്തിൽ ഓടിയാലും നമ്മളെ കൃത്യമായിട്ട് സ്വയം നമ്മൾ പരിശോധിച്ചാൽ മാത്രം, അതായത് നമ്മുടെ ഉള്ളിലേക്ക് ടോർച്ച് അടിച്ചു നോക്കിയാൽ മാത്രമേ നമ്മളുടെ വളർച്ചയെ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുള്ളൂ. അതിനുശേഷമാണ് 8ാമത്തെ സ്റ്റെപ്പാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേഷൻ ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. ഞാൻ ചെയ്ത നല്ലൊരു കാര്യം എന്റെ ടീമിലെ 100 കണക്കിന് ആളുകൾ ചെയ്യുന്നു. ഞാൻ റീപർച്ചേസ് ചെയ്യുന്നു, ആയിരക്കണക്കിന് ആളുകൾ റീപർച്ചേസ് ചെയ്യുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ റീപർച്ചേസ് ഇൻകം വരുന്നു. ഞാൻ 1 to 1 കൊടുക്കുന്നു, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നു, ഞാൻ പ്രോഗ്രാമിന് നേരത്തെ വരുന്നു. ഇതൊക്കെ നമ്മുടെ ടീമിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ നല്ലൊരു കാര്യം ടീമിലേക്ക് ചെയ്താൽ 20% ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, ലീഡേഴ്സ് ആയ ആളുകൾ ശ്രദ്ധിക്കുക, ലീഡേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ലൊരു കാര്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ 20% ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. നിങ്ങളൊരു ചീത്ത കാര്യമാണ് ചെയ്യണമെങ്കിൽ 200% ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ശ്രദ്ധിച്ചോളൂ. മീറ്റിങ്ങിന് പോവാൻ മടി. നമ്മളൊരു മീറ്റിംഗ് ഹാളിൽ വന്നാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക, നമ്മുടെ അപ്ലയൻസും ഡൗൺലൈൻസും മീറ്റിങ്ങിന് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. വരാൻ പറഞ്ഞ ആൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. വരാമെന്ന് പറഞ്ഞ ആൾ വന്നിട്ടുണ്ടോ എന്നാണ്. ശരിയാണോ? അങ്ങനെ ആദ്യത്തെ ആഴ്ച അവർ വന്നില്ല, 2ാമത്തെ ആഴ്ച വന്നില്ലെങ്കിൽ 3ാമത്തെ ആഴ്ച ഒരു പക്ഷേ നിങ്ങളും പോവില്ല. ഇവിടെ പല അപ്ലയൻസും വിചാരിക്കുന്നത് ഞാൻ കുറെ അറ്റൻഡ് ചെയ്തതല്ലേ, പിന്നെ എന്തിനാ ഞാൻ പോകുന്നത്? നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾ പറയുന്ന കാര്യമല്ല ടീം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണോ ചെയ്ത് കാണിക്കുന്നത് അതാണ് ചെയ്യുക. നിങ്ങൾ കൃത്യമായി മീറ്റിംഗിന് അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ കൂടെ ടീമിൽ ആളുകൾ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യും. നിങ്ങളുടെ ആളുകളെ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ ടീമിന്റെ അറിവ് വർദ്ധിക്കും, അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, അവരുടെ ധൈര്യം വർദ്ധിക്കും, അവർ ഡയറക്റ്റ് സെല്ലറായിട്ട് മാറും. ആയിരക്കണക്കിന് ആളുകൾ വേണ്ട, നിങ്ങളുടെ കൂടെ വളരെ കുറച്ച് ആളുകൾ സീരിയസ് ആയിട്ട് ഉണ്ടായാൽ മതി. 1000 കഴുതുകൾ ഉണ്ടാവണേക്കാൾ നല്ലതാണ് 5 പുലികൾ ഉണ്ടാവുക. കൃത്യമായിട്ട് സിസ്റ്റത്തിലൂടെ സഞ്ചരിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത് വലിയൊരു വിഷയമാണ്. ഞാൻ എല്ലാം കൂടി വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്തായാലും ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ മനോജ് സാറ് സംസാരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഗ്രഹണമായിരുന്നു നമുക്ക്. ആ ഗ്രഹണം മാറി. ഇനി ഞാൻ വളരെ അഭിമാനത്തോടെ പറയാണ്, ഇന്നലെ ഈ ആഗസ്റ്റ് 1 5 മണിയുടെ ഈ ക്ലോസിംഗില് ഞങ്ങളുടെ ടീം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു, സീലിംഗ് അച്ചീവർ ആയിക്കൊണ്ട്, അതായത് 1000 PV എന്ന് പറയുന്ന ആ സീലിംഗ് അച്ചീവർ ആയിക്കൊണ്ടാണ് ഞാൻ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും അതിന് എന്നെ സഹായിച്ച നമ്മുടെ ഗ്രേറ്റ് അപ്ലയൻ മനോജ് സാർ, റാഷിദ് സാർ, അതുപോലെ തന്നെ കമ്പനി MD ഡോക്ടർ സാഗർ ജോഷി സാർ തുടങ്ങി എന്റെ എല്ലാ അപ്ലയൻസ് ലീഡേഴ്സിനോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എന്റെ ടീമിലും ഒരു സീലിംഗ് അച്ചീവർ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 10-75ഓളം ആളുകൾക്ക്, ഞാൻ മുഴുവൻ കണക്കെടുത്തിട്ടില്ല, വരുമാനം കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2000 PVയുടെ ബിസിനസ് ഇന്നലെ ഒരു ക്ലോസിംഗില് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്തായാലും വലിയ നല്ലൊരു തുടക്കം ലഭിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത 2-3 വർഷം ഞാൻ വിശ്വസിക്കുന്നു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ ബയോട്ടോറിയം തിരികൊളുത്താണ്. നമ്മുടെ മഹത്തരമായ റീപർച്ചേസിംഗ് പ്ലാൻ. ഞാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാൻ റീപർച്ചേസിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എന്റെ റീപർച്ചേസ് ഇൻകം ഏകദേശം 5000 രൂപ ഇപ്പൊ ആയി കഴിഞ്ഞു. ഇത് 5000 എന്നൊരു ചെറിയ സംഖ്യയാണ്, പക്ഷെ അത് 50,000 5 ലക്ഷം ആവാൻ ചുരുങ്ങിയ മാസങ്ങൾ മതി എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ദ ബെസ്റ്റ് കമ്പനി, ദ ബെസ്റ്റ് പ്ലാൻ, ബെസ്റ്റ് ലീഡേഴ്സ്, ബെസ്റ്റ് സിസ്റ്റം. നിങ്ങൾ മാത്രം തയ്യാറായാൽ മതി, സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായാൽ മതി. മാക്സിമം പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ആളുകളെ കൂടെ കൂട്ടുക, മാക്സിമം ആളുകളുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുക, നല്ല വാക്കുകൾ പറയുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ വേദനിപ്പിക്കുന്ന അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട. പലപ്പോഴും
ഒരു ടീം ബ്രോക്കൺ ആവുന്നത് വാക്കുകളിലൂടെയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, നാവ് നന്നായാൽ ടീം നന്നായി. നാവ് നന്നായാൽ ടീം നന്നാവും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല നാവുള്ള, നല്ല രീതിയിൽ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന, അന്യന്റെ വിജയത്തിൽ സന്തോഷിക്കാനും മറ്റുള്ള ആളുകളുടെ വളർച്ചയില് അഭിമാനം കൊള്ളാനും ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് കഴിയണം. കാരണം ഇവിടെ ഒരാൾ വളരുമ്പോഴാണ് നമ്മളിവിടെ കൂടെ വളരുക. അപ്പൊ എന്തായാലും വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. 7 മണി ആയതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലൂടെ ലോകത്തിലെ തന്നെ മികച്ച കമ്പനിയായി, മികച്ച അച്ചീവേഴ്സ് ആയി നമുക്ക് എല്ലാവർക്കും മാറാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ. താങ്ക് യു സർ. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവത്തക്ക രീതിയിൽ പറഞ്ഞു തന്നു. സാറിന് ഒരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കാം. താങ്ക് യു സർ. എനിക്ക് എക്സ്പീരിയൻസും എന്റെ പ്രൊഡക്റ്റ്, എന്റെ റിസൾട്ടും ഒക്കെ പറയാനുണ്ട്. അത് മറ്റൊരു വേദിയിൽ പറയാം. സാറ് പറഞ്ഞോട്ടെ, ഗ്രഹണം മാറി ഇന്ന് എനിക്കും ഫാമിലി ബോണസ് 7,594 രൂപ ഇന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ ടീമൊക്കെ ഇന്ന് എല്ലാം നല്ല രീതിയിൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് ക്ലോസിംഗ് സ്പീച്ചിലേക്ക് നമ്മുടെ സ്വന്തം മനോജ് സാർ, നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ, നമ്മുടെ ആദ്യത്തെ കോടിപതി ആയിട്ടുള്ള നമ്മുടെ ചെയർമാൻ കൂടിയായ നമ്മുടെ മനോജ് സാറിനെ സ്വാഗതം ചെയ്യാം. പ്ലീസ് സാർ, പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു സോ മച്ച് മാഡം. മാഡത്തിന്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞിട്ട് അതിനേക്കാൾ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാനില്ല. മാഡത്തിന്റെ അനുഭവങ്ങളൊന്നും കേൾക്കട്ടെ എല്ലാവരും. പ്ലീസ് ഒരു 5 മിനിറ്റ് സംസാരിക്കും പ്ലീസ്. താങ്ക് യു സാർ. എന്റെ പേര് രാധ, സ്വദേശം കായംകുളമാണ്. എന്റെ പ്രൊഫഷൻ, ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെ അപ്പോളോ ഹോസ്പിറ്റലിലായിരുന്നു. നാട്ടിൽ വന്ന് ഞാൻ ഒരു 18 വർഷത്തോളം ഞാൻ മൊത്തം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ബയോട്ടോറിയത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു മെഡിക്കൽ ഷോപ്പ് ആയിരുന്നു, സ്വന്തമായിട്ടൊരു ക്ലിനിക്ക്, അതുപോലെ ഒരു 5 സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ ഒക്കെ വെച്ച് നല്ല രീതിയിലൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നു, എന്റെ ജീവിതമായി മാറ്റി മറിച്ചു. എന്റെ ഹസ്ബൻഡിന് കോവിഡ് പിടിപെട്ടു. ഒരു ഭയങ്കര സീരിയസ് ആയി. ഒരു ബാക്ടീരിയ ആണ് പ്രശ്നം ഉണ്ടാക്കിയത്. ശരീരം മൊത്തം വ്യാപിച്ചു, ആന്തരിക അവയവങ്ങളെ എല്ലാം ബാധിച്ചു. കിഡ്നി, ലിവർ, ഹാർട്ട്, പാൻക്രിയാസ് മൊത്തം കംപ്ലൈന്റ് ആയി. 1 വർഷം കൊണ്ട് ഞങ്ങൾ എവിടെ കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്താമെന്ന് കരുതി ഒരു വർഷം കൊണ്ട് 6-7 ഹോസ്പിറ്റലുകളും കൊണ്ടു നടന്നു. ഒരു 14 ലക്ഷം രൂപ പോയതല്ലാതെ ഹസ്ബൻഡിന് സുഖമായിട്ടില്ല. അങ്ങനെ ഇവിടെ പുനലൂര് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ്, ഈ 2 ഹോസ്പിറ്റലിൽ നിന്നും ഇനി നിങ്ങൾ ചികിത്സിച്ച് 1 രൂപയും കളയണ്ട, നിങ്ങളുടെ ഭർത്താവിനെ പരീക്ഷിക്കാൻ മെഡിക്കൽ സയൻസിൽ ഇനി ഒരു മരുന്നും ഇല്ല എന്ന് പറഞ്ഞ് തള്ളി. കൊണ്ടുപോക്കോ, വീട്ടിൽ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തു. അവര് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്ത് വഴി പരിചയപ്പെട്ട ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു 4ന്റെ അന്ന് തൊട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയ. എന്റെ ഹസ്ബൻഡിന് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. ആദ്യത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൂർക്കമ്മലി, ഭയങ്കര കൂർക്കമ്മലിയായിരുന്നു. ഈ സമയത്ത് പോലും നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അതുപോലെ കൂർക്കമ്മലിയായിരുന്നു. നേരത്തെ മുതലുള്ളതാ, പക്ഷെ അസുഖം വന്നപ്പോ അതങ്ങ് കൂടുതലായി. അങ്ങനെ ആ കൂർക്കമ്മലിയാണ് ആദ്യത്തെ റിസൾട്ട് കിട്ടിയത്. അങ്ങനെ 1 മാസം കൊണ്ട് പുള്ളി നോർമലിലേക്ക് വരികയായിരുന്നു. പുള്ളി സിനിമ ഫീൽഡിലാണ്, പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഇന്ന് വർക്ക് തുടങ്ങാൻ പോകുന്നു, അതിന്റെ തിരക്കിലൊക്കെയാണ്. ഇപ്പൊ ആള് നോർമലായി. അറ്റാക്ക് വരാതിരിക്കാൻ 2 ടാബ്ലറ്റ് ആയിരുന്നു കൊടുക്കുന്നത്. അവസാനം ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയായിരുന്നു. ഇപ്പൊ ആള് നോർമലാണ്. ഞാൻ ഇന്ന് എന്റെ മെഡിക്കൽ ഫീൽഡ് എല്ലാം വിട്ടു. എന്റെ ഫുൾ ടൈം ഞാൻ എവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എനിക്ക് പോകാൻ ഇഷ്ടമാണ്. എന്റെ ഹസ്ബൻഡും മോനും ഫുൾ ടൈം എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ഞാൻ ഇന്ന് എന്റെ മെഡിക്കൽ ഫീൽഡ് എല്ലാം വിട്ടിട്ട് 24/7 ഞാൻ ഈ ബയോട്ടോറിയത്തിലാണ്. ഞാൻ ഇപ്പൊ ഇതിൽ വന്നിട്ട് 1.5 വർഷത്തോളമായി. 5 ലക്ഷത്തിലേറെ വരുമാനം ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ഞാൻ ഇന്ന് വളരെ സന്തോഷമാണ്. എനിക്ക് എന്റെ ടീമൊക്കെ ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു, എനിക്ക് ഇന്ന് അതെല്ലാം നല്ലതാക്കി വീണ്ടും ഞാൻ നല്ല രീതിയിൽ വന്നു. സാറ് പറഞ്ഞ വളരെ ഹാപ്പിയാണ് ഞാനും എന്റെ കുടുംബവും. ഞാൻ ഇന്ന് ഈ ബയോട്ടോറിയത്തിലേക്ക് വരുമ്പോ എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റും ഒക്കെ കേൾക്കുമ്പോ ഞാനിത് എന്ത് ചെയ്യും,
കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ പ്രൊഡക്റ്റ് അല്ലേ, എനിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കായിരുന്നു. ഇതിനെ ഉപയോഗിക്കാൻ ഞാൻ ആരോട് വാങ്ങിക്കും, ആരോട് ചോദിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ കാതിക്കിടന്ന ഒരു കമ്മലേ ഉള്ളായിരുന്നു എന്റെ കയ്യിൽ. ആ കമ്മൽ കൊണ്ട് ഞാൻ വിറ്റു. അന്നേരം തന്നെ ആ കായംകുളത്ത് വെച്ച് തന്നെ അറേബ്യൻ ജുവലറി പോയി അത് വിറ്റ് ആ പൈസ ഞാൻ കൈ വെച്ചിരുന്നു. എന്നിട്ടാണ് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് അതുപോലെ തന്നെ മനോജ് സാറിന്റെ ഫുൾ സപ്പോർട്ട്, സുരേഷ് സാർ, ഷിബ് സാർ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ടീം, എന്റെ അസോസിയേറ്റ്സ് എല്ലാവരും എന്നോടൊപ്പം ഉണ്ട്. താങ്ക് യു സാർ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരുടെയും കണ്ണീര് വരുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് രാധാ മാഡം ഇവിടെ ഹൃദയം തുറന്ന് സംസാരിച്ചത്. അതാണ് ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, ഇനി ഒന്നും ചികിത്സിക്കണ്ട, വിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതാണ് പല ഹോസ്പിറ്റലിൽ. ആലോചിച്ചു നോക്കണം, സ്വന്തം ഭർത്താവിന് ദിവസങ്ങൾ എണ്ണപ്പെട്ടപ്പോ ഒരു ഭാര്യയുടെ ദുഃഖം, ഒരു കുട്ടിയുടെ മകന്റെ ദുഃഖം ആലോചിച്ചു നോക്കണം. അവിടെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മുടെ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ദൈവത്തിന്റെ രൂപത്തിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളതാണ്. ഇന്ന് ആ കുടുംബം വലിയ സന്തോഷത്തിലാണ്. ജീവിതം തിരിച്ചു കിട്ടി, ജീവൻ തിരിച്ചു കിട്ടി, പഴയ ജോലിയിലേക്ക് പ്രവേശിച്ചു. സാമ്പത്തികമായി ഒത്തിരി തകർച്ച അവരുടെ കുടുംബത്തിന് വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ എത്രയോ ഇരട്ടി നേടാനുള്ള അവസരം ദൈവം ഇതിലൂടെ തന്നിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ പറഞ്ഞില്ലേ, ഏകദേശം 5 ലക്ഷം രൂപയോളം കിട്ടി. പല ബിഗ് സല്യൂട്ട് രാധാ മാഡം. അതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മുടെ സബ്ജക്ട് അവതരിപ്പിച്ച പ്രിയങ്കരനായ നമ്മുടെ ടോപ്പ് ലീഡർ സുരേഷ് സാറാണ്. ബിഗ് കൺഗ്രാജുലേഷൻ സുരേഷ് സാർ. ഇന്നലെ ഞങ്ങള് കോഴിക്കോട് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. ഒന്നിച്ച് തിരിച്ചു വന്നപ്പോഴാണ് സാർ പറഞ്ഞു ഞാൻ രാവിലെ ഒരു പ്രോഗ്രാം ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട്, സാർ ഒരു പ്രോഗ്രാം ചെയ്യണം, നാളെ ചെയ്യാന്ന് പറഞ്ഞു. സാറിന് ഇന്നത്തെ വർക്ക് പെട്ടെന്ന് മൈൻഡിൽ നിന്ന് വിട്ടുപോയി. എന്നാലും അതിന് യാതൊരു തടസ്സമില്ല. വർക്കിന്റെ രീതിയിൽ പോകുന്നു, പ്രോഗ്രാമിന്റെ രീതിയിൽ തന്നെ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ബിഗ് സല്യൂട്ട് സുരേഷ് സാർ. വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അതായത് നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഒക്കെ ഇപ്പൊ ഈ സുപ്രഭാതത്തിൽ വന്നിരിക്കുന്നവരെല്ലാം തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതിന് നമുക്ക് അവകാശമുണ്ട്, ഇല്ലേ? അതിന് അവകാശമുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഒരു ID എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് അതിന്റെ പേര് തന്നെ. ID നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് വിതരണം ചെയ്യാനുള്ള ഒരു അവകാശം ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് വിതരണം ചെയ്യാം. അതിലൂടെ കിട്ടുന്ന വരുമാനം നമുക്ക് നേടാം. അത് എങ്ങനെ നേടാൻ പറ്റുമെന്നാണ് സാർ ഇവിടെ വ്യക്തമായിട്ട് കുറെ പോയിന്റുകൾ സൂചിപ്പിച്ചു. ഈ സിസ്റ്റത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അച്ചീവറായിട്ട് മാറാൻ പറ്റുള്ളൂ. പലരും സിസ്റ്റത്തിലേക്ക് വരാൻ തയ്യാറല്ല. എനിക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റില്ല, ആദ്യമേ പറയും ഞാൻ മീറ്റിങ്ങിനൊന്നും വരില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യാം. നോ പ്രോബ്ലം, ജോയിൻ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? എന്നിട്ട് അവര് കുറച്ച് ആളുകളെ വിളിച്ച് അവരുടേതായ രീതിയിൽ കുറച്ച് ആളുകൾക്ക് കൊടുക്കും. തീർന്നു, അവിടെ കഴിഞ്ഞു, ഇല്ലേ? അവരെ ബയോട്ടോറിയം കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് അച്ചീവറായിട്ട് മാറാൻ വേണ്ടി സാധിക്കില്ല. കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതവിടെ തീർന്നു, സർക്കിൾ അവിടെ തീരും, കച്ചവടം തീർന്നു. അത് മതിയോ നമുക്ക്? നമ്മളെല്ലാം വലിയ ഒരു എന്താ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. ഇവിടെ സ്വപ്നങ്ങളൊന്നും ഇല്ല, യാഥാർത്ഥ്യമാണ്. ഞാനും അതിന്റെ ആദ്യം വലിയ സ്വപ്നമാണ് കണ്ടത്, പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു സാധാരണക്കാരനാണ് ഞാൻ. അഹങ്കാരത്തോടെ അല്ല പറയുന്നത്, അഭിമാനത്തോടെയാണ് പറയുന്നത്. എല്ലാവർക്കും അഭിമാനം ഉണ്ടാകണം. നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് വന്ന് തന്നെ ബയോട്ടോറിയം ഏറ്റെടുത്ത് തന്നെ വലിയ അഭിമാനമാണ്, ദൈവാനുഗ്രഹമാണ്. അപ്പൊ നമുക്ക് കിട്ടിയ അവസരത്തെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്. അതിനാണ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അല്ലാണ്ട് 4 പ്രൊഡക്റ്റ് അവിടെ ഇവിടെയും കൊടുത്ത് 2 ഫാമിലി ഓണേഴ്സ് അടിച്ചാൽ അത് അവിടെ അസ്തമിക്കും. ടീമിനെ ബിൽഡ് ചെയ്യണം, ടീമിനെ ചേർത്ത് പിടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് സാർ ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു, അല്ലെ? അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സാർ വളരെ നന്നായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം സെന്ററുകൾ സജീവമാക്കണം. അതുപോലെ തന്നെ ടീമിന് നല്ല കോൺഫിഡൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്റെ കൂടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും, ഞാനിത് 24 hours ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ലിസ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ലിസ്റ്റാണ് നമ്മുടെ ഇതിന്റെ എല്ലാ വിജയത്തിന്റെ അടിസ്ഥാനം. ലിസ്റ്റ് ആരും എഴുതാറില്ല. ലിസ്റ്റ് എഴുതിയവരുണ്ടോ? ലിസ്റ്റ് തുണ്ടുകടലാസിൽ എഴുതിയിട്ട് പോക്കറ്റിലിടും. ഇന്ന് 2 ആളെ കാണാനുണ്ട്, അല്ലെ? വൈകുന്നേരം വരുമ്പോഴേക്ക് ബസിന്റെ ടിക്കറ്റ് കണക്കെ ചുരുട്ടി അങ്ങോട്ട് കളയും. അതല്ല ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയൊരു ഡയറി എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ എഴുതി വെക്കണം. ഡയറി ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ, മനസ്സിലായ? ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ ഡയറി നമ്മുടെ ടീമിന്റെ ഡയറിയാണ്. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ടോ? നമ്മുടെ ടീമിന്റെ ഡയറിയാണ്. കാണാൻ പറ്റുന്നത് കണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ? ടീമിന്റെ ഡയറിയാണ്. ഞാൻ എന്റെ ടീമിനെ ഇറക്കിയ ഡയറിയാണ്. വിസിബിലിറ്റിയും കാര്യങ്ങളും.
അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡയറി എടുക്കണം നിങ്ങൾ. എന്നിട്ട് എന്ത് വേണം, ലിസ്റ്റ് അതിനകത്തേക്ക് എഴുതി വെക്കണം. നാളെ നിങ്ങൾ കോടീശ്വരനോ കോടീശ്വരിയോ ആകുമ്പോ അതിന്റെ അസറ്റ് ഇതാണ്, ഈ ഡയറി ആയിരിക്കും, വേറൊന്നുമല്ല. നിങ്ങളെ കോടീശ്വരനോ കോടീശ്വരിയോ ആക്കാൻ വേണ്ടി പോകുന്നത് ഈ ഡയറിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും നല്ല രീതിയിൽ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് കാണേണ്ടവരെ കണ്ടു, കാണാത്തവർ ഇല്ലാത്തവർ വരില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവരെ അവിടെ പ്രത്യേകം മാർക്ക് ചെയ്യണം, റെഡ് മാർക്ക് ഇടണം. എന്നിട്ട് ജീവിതത്തിൽ അവരോട് ഇനി മിണ്ടാതിരിക്കാനല്ല റെഡ് മാർക്ക് ഇടുന്നത് കേട്ടാ. അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കള് അല്ലേ, വേണ്ടെന്ന് പറഞ്ഞ ആളുകൾ. അല്ല, നമുക്കൊരു വാശി ഉണ്ടാകണം. എന്റെ വാശി അങ്ങനെ, വേണ്ട എന്ന് പറഞ്ഞവനെ ചേർത്ത് പിടിക്കണം. ഓക്കെ, നോ പ്രോബ്ലം, നീ വാങ്ങണ്ടടാ, കുഴപ്പമില്ല, എന്നാ ശരി, ഓക്കെ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പിരിയാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകണം. നമ്മളെ മനസ്സിൽ എന്തായിരിക്കണം, അവനെ കൊണ്ട് വാങ്ങിച്ചേ പറ്റുള്ളൂ, അവളെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കുന്നുള്ളൊരു ഉള്ളുന്നൊരു തീ വരണം. മനസ്സിലായി? എന്നിട്ട് നമ്മളെ ഓരോ പ്രോഗ്രാംസിന്റെ അയച്ചു കൊടുക്കുക, ഓരോ റിസൾട്ടുകൾ അയച്ചു കൊടുക്കുക. ചിലപ്പോൾ അവർ നോക്കൂല, ഇന്ന് റിസൾട്ട് കിട്ടി, അപ്പൊ ഒരു സ്ത്രീ വന്ന് പറയാം എന്റെ ഇന്ന് റിസൾട്ട് കിട്ടി. ഇങ്ങനെ റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവര് മൈൻഡ് ഒന്ന് വൈബ്രേറ്റ് ആവാൻ തുടങ്ങും. എന്നാലും നമ്മൾ വിളിക്കണ്ട, മൈൻഡ് വൈബ്രേറ്റ് ആവാൻ തുടങ്ങും. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ വരുമാനത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കാം. കൊള്ളാം കേട്ടാ, അത് കുറച്ചൊക്കെ കിട്ടും, പിന്നെ ഒന്നും കിട്ടൂല കേട്ടാ. പിന്നെ 2 ആഴ്ച വീണ്ടും അതിനേക്കാൾ ഒരു നല്ലൊരു സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കുക, കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും ഉറപ്പായിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മുടെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ സിസ്റ്റമാണ് നമ്മളെ കോടീശ്വരനാക്കുന്നത്. സിസ്റ്റം ബിൽഡ് ചെയ്യുക, ചേർത്ത് പിടിക്കുക, നന്നായിട്ട് സംസാരിക്കുക, ബഹുമാനം കൊടുക്കുക ടീമിന്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ് അല്ലെ. നമ്മൾ അവരെയാണ് ബഹുമാനിക്കേണ്ടത്. നമ്മളെ ബഹുമാനിക്കട്ടെ എന്നിട്ട് മസിൽ പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതല്ല, നമ്മൾ അങ്ങോട്ട് ബഹുമാനിച്ചാലേ ഇങ്ങോട്ട് ആളുകൾ നമ്മളെ ബഹുമാനിക്കുള്ളൂ അല്ലെ. സുരേഷ് സാറ് പറഞ്ഞ കണക്ക് നമ്മുടെ നാക്കാണ് നമ്മുടെ ശത്രുവും മിത്രവും എന്ന് പറയുന്നത്. നാക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇല്ലേ, 32 സുരക്ഷാ ഭടന്മാരാണ് ഈ നാക്കിനെ സംരക്ഷിക്കുന്നത് ഇല്ലേ, അല്ലെ. എന്ത് പറഞ്ഞാലും നേരെ നാക്കിന് എന്ത് ചെയ്താൽ മതി, വേഗം അവിടെ പോയി ഒളിച്ചാൽ മതി. 32 ഭടന്മാരുണ്ട് ഇല്ലേ. അപ്പോ ഈ 32 ഭടന്മാരെ ആക്രമിച്ചാലേ നമ്മുടെ നാക്കിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആരും വിചാരിക്കരുത് കേട്ടാ. അതുകൊണ്ട് നാക്കാണ് നമ്മുടെ ശത്രുവും മിത്രവും. നമ്മുടെ ശത്രുവും മിത്രവും നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതുകൊണ്ട് വേണ്ട രീതിയിൽ സംസാരിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് ടീമിനെ ചേർത്ത് പിടിച്ച് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് അവരെ അംഗീകരിച്ചുകൊണ്ട് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം സെന്റർ മസ്റ്റായിട്ട് എത്തണം. എവിടെ? നിങ്ങളുടെ അടുത്തുള്ള പ്രോഗ്രാം സെന്ററിൽ എത്തിയിരിക്കണം. കാരണം പ്രോഗ്രാം സെന്റർ ആണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നെഗറ്റീവ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് അവിടെ നിന്ന് ചാർജിങ് പലരും പറയുന്നു, ഈ കേട്ടതിനല്ലേ കേട്ടോണ്ടിരിക്കണത്, ഈ പറഞ്ഞതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന് നിങ്ങളൊന്ന് കയറി പറഞ്ഞ നാളെ മുതൽ. സുരേഷ് സാർ എടുത്ത് അതേ സബ്ജക്ട് നാളെ നിങ്ങളൊന്ന് സംസാരിച്ചേ. ഇന്ന് BOP എടുത്തേ, ഞായറാഴ്ച മറ്റന്നാ BOP ആരെടുക്കുക പറ്റുമോ? ഇതാണ് ആൾക്കാർ പറയുന്നത്. കേട്ടത് തന്നെയല്ലേ കേട്ടോണ്ടിരിക്കുന്നത്, കേട്ടത് തന്നെയാണ് കേൾക്കേണ്ടത്. അത് കേട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ലീഡറായിട്ട് മാറണം. അത് മാറും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പം വരുമ്പോൾ സുരേഷ് സാർ എനിക്ക് കായംകുളത്തേക്ക് വരണ്ട, ഞങ്ങൾ ഇവിടെ പ്രോഗ്രാം നടത്തിക്കോളൂ. സാറ് മാസത്തിൽ ഒരു തവണ വന്നാണ്, ഞാൻ തന്നെ ഇവിടെ BOP നടത്തും, ഞങ്ങൾ തന്നെ ഇത് ചെയ്തോളൂ. മാസത്തിൽ ഒരു തവണ സാർ. ആ രീതിയിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതിനുള്ള അവസരം കൂടി ഉണ്ട്, അവസരം എല്ലാവർക്കും തരും. അപ്ഗ്രേഡ് ചെയ്യപ്പെടണം, അതാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഒരു ലീഡറായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ കൂടെ ടീം കൂടുതൽ കോൺഫിഡൻസോടുകൂടി നിൽക്കുള്ളൂ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിൽ ഇന്ന് സംസാരിച്ചു. ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ദിവസത്തിന്. നമ്മുടെ സുരേഷ് സാറും അല്ലെ ടീമിൽ ഏകദേശം നിരവധി ആളുകൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തതാ. ഫാമിലി ബോണസ് അടിച്ചു. രാധാമേടൊക്കെ നല്ല അല്ലെ നിലാവിന്റെ പ്രകാശം മുഖത്ത് കാണുന്നത്, വളരെ സന്തോഷം കാണുന്നത്, വലിയ പ്രത്യാശയാണ്. തുടങ്ങി ഇല്ലെ, പെരുമഴക്കാലം തുടങ്ങി ഇന്നലെ മുതൽ, മിനിയാന്ന് മുതൽ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും പണം വരാൻ തുടങ്ങി. ഓരോരുത്തരും ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അടിക്കണം, അങ്ങോട്ട് ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അടിക്കണം. അതായത് സുരേഷ് സാർ സീലിംഗ്, ഗ്രേറ്റ് കൺഗ്രാജുലേഷൻ സുരേഷ് സാർ. അതുപോലെ തന്നെ ശിവ സാർ സീലിംഗ്, ബെന്നി സാർ സീലിംഗ്, ബെന്നി സാറിന്റെ ടീമിലും വേറെ ആരൊക്കെയോ സീലിംഗ് ഉണ്ട്. എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് അച്ചീവേഴ്സിന്റെ ബിഗ് കൺഗ്രാജുലേഷൻ. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകണം, ഡെയിലി സീലിംഗ് ആവണം അല്ലെ, അല്ലെങ്കിൽ വീക്കിലി സീലിംഗ് ആവണം. അങ്ങനെ ഒരു കാൽക്കുലേഷനിലേക്ക് പോകണം. ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക. സ്വപ്നങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ. വരുമാനം വാങ്ങിച്ചു കൊടുക്കണം. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിരുന്ന് സാർ ഇവിടെ പറഞ്ഞു 30 ദിവസം വളരെ പ്രധാനമാണ്. ഇരുന്ന് 2 റെഫറൽ എടുക്കാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ കൂടെ ചെന്ന് ഒരാളെ കിട്ടുമ്പോൾ തന്നെ അവരുടെ മുഖത്തുള്ള സന്തോഷം എത്രയാണെന്ന് അറിയും നിങ്ങൾക്ക്. ഇതൊക്കെ അനുഭവിക്കണം.
കഥ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. ഫീൽഡിൽ ഇറങ്ങിയിട്ട് അവരെ കൂടെ ചേർത്ത് പിടിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഒരാളെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർ കെട്ടിപ്പിടിക്കും ഇല്ലേ, അടിപൊളി എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ നമ്മൾ അടിപൊളി, നിന്റെ സെലക്ഷൻ കൊള്ളായിരുന്നു അടി, ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ നല്ല ആളുകളെ സെലക്ട് ചെയ്യണം. അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഭിനന്ദനങ്ങൾ കൊടുക്കണം നമ്മള്. നീ 2-3 സ്ഥലത്ത് പോയി, ആരും വന്നില്ലേ, നീ ഇങ്ങനത്തെ ആളുകൾ ഇന്ന് ലിസ്റ്റ് ഇട്ടാ വരൂല കേട്ടാ, ഇന്ന് എന്റെ ഒരു ദിവസം വെറുതെ പാഴായില്ലേ, അവിടെ പോയിട്ട് ആളുണ്ടായില്ലടി, ഇവിടെ പോയിട്ട് മറ്റത് ഉണ്ടായില്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവരാകെ ഡെസ്പാവും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് എപ്പോഴും നമ്മൾ അഭിനന്ദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഗോളുകൾ സെറ്റ് ചെയ്യുക, ഗോളുകൾ സെറ്റ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. ഞാൻ എല്ലാവരോടും പറയുന്നു, സെപ്റ്റംബർ 1-ാം തീയതി എല്ലാ മാസവും 1-ാം തീയതി നിങ്ങൾ 30 ദിവസത്തെ ഇൻകം സ്ക്രീൻഷോട്ട് എടുക്കണം. അത് സൂക്ഷിച്ചു വെക്കണം, എനിക്ക് അയച്ചു തരണം. മനസ്സിലായ? സെപ്റ്റംബർ 1-ാം തീയതി മുതൽ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കണം. എത്രയാണ് നിങ്ങൾ വരുമാനം വാങ്ങിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു മാസത്തെ ഇൻകം, 30 days ഇൻകം. അവർക്ക് പ്രത്യേക ഒരു അവാർഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ടീമും ഇവിടെ നോക്കുന്നില്ല, ബയോടൂറിസത്തിന്റെ ഒറ്റ ടീമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വരുമാനം ആരാ വാങ്ങുന്ന നോക്കട്ടെ. അപ്പൊ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ആഴ്ചയിൽ 4 ഫാമിലി ബോണസ്, ഒരു മാസം നമുക്ക് എടുത്ത 60 ഫാമിലി ബോണസ് ഉണ്ട് ഇല്ലേ, 60 ഫാമിലി ബോണസ്. ഇതൊന്നും ഞാൻ ചെയ്യാൻ പറയുന്നില്ല, ഒന്നും ചെയ്യണ്ട. 60ന്റെ പകുതി ചെയ്താൽ നല്ലൊരു എമൗണ്ട് കിട്ടും. 30 എണ്ണം ചെയ്യാം, ഒരു ദിവസം ഒരെണ്ണം വെച്ച് ചെയ്യാൻ വേണ്ട. ഒരു 15 എണ്ണം ചെയ്യും നിങ്ങൾ. 60-ൽ ഒരു 15 എന്ന് പറഞ്ഞാൽ 25% ചെയ്യും. 25% ചെയ്യും. 25% ചെയ്താൽ നിങ്ങൾ കുട്ടി നോക്കിക്കോളൂ. 15 ഫാമിലി ബോണസ് ഒരു മാസം ചെയ്താൽ നിങ്ങൾക്ക് 1,02,000 സംതിങ് ഉണ്ടാവും. 1,02,000. 60 ഫാമിലി ബോണസിന് ചാൻസ് ഉണ്ട്. ഒരു 15 എണ്ണമെങ്കിലും ഞാൻ ചെയ്യും തീരുമാനിക്കുക. ഇല്ലെങ്കിൽ ഒരു 7 എണ്ണം ചെയ്യാം. 7 എണ്ണം ചെയ്താൽ മിനിമം 50,000 രൂപ ഉണ്ടാവും. ക്ലിയർ ആയോ? 7 ഫാമിലി ബോണസെങ്കിലും ചെയ്യും. 7 ഫാമിലി ബോണസ് ചെയ്യാൻ 14 കസ്റ്റമർ മതി. 14 കസ്റ്റമർ നിങ്ങൾ ഒറ്റക്കാണോ കൊണ്ടിരുന്നത്? നിങ്ങളുടെ ജീനിയസിലും ബിന്നേഴ്സിലും ടീം ഉണ്ടല്ലോ അല്ലേ? അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ ചേർത്ത് ചെന്ന് കഴിഞ്ഞാൽ 7 ഫാമിലി ബോണസ് കിട്ടാൻ എന്താ പണിയുള്ളത്? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇനി നമ്മൾ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് സമയം അധികം ഇല്ല. അതുകൊണ്ട് വെറുതെ പഴയ പോലെ കളിച്ചു നടക്കരുത്. ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് മുന്നേറണം. ഒരു സംശയം വേണ്ട, പ്ലാൻ ചെയ്തോളൂ. ഇന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് തന്നെ ഡയറി എടുത്തിട്ട് നിങ്ങൾ ഈ മാസം അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന എമൗണ്ട് എത്രയാണെന്ന് എഴുതി വെക്കണം. അവിടെ എഴുതി വെക്കണം. എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കണം. എത്ര ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് എഴുതുക. 5 ലക്ഷം 10 ലക്ഷം ഒന്നും എഴുതണ്ട കേട്ടോ, അത് നടക്കൂല. സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഒരു 30,000 എങ്കിലും എഴുതി ഇല്ലേ. ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഒരു 30,000 കിട്ടാനില്ലേ, 4 ഫാമിലി ബോണസ് അടിച്ചാൽ മതി. ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് അടിച്ച് 30,000 30-ൽ തുടങ്ങുക നിങ്ങൾ പ്ലീസ്. 30,000 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസം അവരെ എല്ലാം ചേർത്ത് വിളിക്കുക, ടീം ലീഡേഴ്സിനൊന്ന് വിളിക്കുക, അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ കൊടുക്കുക. അത് 60,000 ആകും. 2-ാമത്തെ മാസം, 3-ാമത്തെ മാസം 1,20,000 ആകും. ഇതാണ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് വെറുതെ കഥ പറഞ്ഞുകൊണ്ടോ മീറ്റിംഗിൽ കയറി ഇരുന്നുകൊണ്ടോ സൂമിൽ പങ്കെടുത്തത് കൊണ്ടോ ഒന്നും വിജയിക്കില്ല. ആക്ഷൻ ഉണ്ടാവണം. അതാണ് സാറ് പറഞ്ഞത്. സാർ ഇത് ആക്ഷനിലാണ് ഇപ്പൊ പോയി പുറപ്പെട്ടു കിട്ടുന്നില്ലേ. ഞാനിത് ഇന്നലെ രാത്രി എവിടെ എത്തിയത്, അടുത്ത ദിവസം ഇപ്പൊ ഇറങ്ങാൻ പോവാണ് ഞാനും. ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് വിയർപ്പൊഴുക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നിങ്ങളുടെ വിയർപ്പ് കണങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് നിങ്ങളെ സക്സസിലേക്ക് ദൈവം ഉയർത്തുന്നതാണ്. അല്ലാണ്ട് അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഗോളുകൾ സെറ്റ് ചെയ്യുക, ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക, വലിയ ഗോളുകൾ സെറ്റ് ചെയ്യുക. ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ഗോൾ പരസ്യമായിട്ട് അങ്ങോട്ട് പറയാണ്, എനിക്ക് മടിയില്ല. നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ ആരും പറയില്ല, എനിക്കറിയാം. ഇത്ര ഇട്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ട് പറയുന്നില്ല? കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ടൈപ്പ് ചെയ്ത് വിട്ടോ. സെപ്റ്റംബർ 1-ാം തീയതി എന്റെ സ്ക്രീൻഷോട്ടിൽ ഇത്ര ലക്ഷം ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടോ? പോയോ എല്ലാവരും ഇവിടെയൊക്കെ ഓണാക്കി വെച്ചിട്ട് ചായ കുടിക്കാൻ നടക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ നിർത്തുക. ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 30 ദിവസം സെപ്റ്റംബർ 1-ാം തീയതി എന്റെ ടോട്ടൽ വരുമാനം 10 ലക്ഷം രൂപ എന്നുള്ളതാണ് എന്റെ ഗോൾ സെറ്റിംഗ്. മനസ്സിലായ? 10 ലക്ഷം രൂപ അട്ടിക്കുക എന്നുള്ളതാണ് എന്റെ ഗോൾ സെറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി അങ്ങേയറ്റം ഞാൻ പരിശ്രമിക്കും. ഒരു സംശയവും വേണ്ട. സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ ഇതേപോലെ ഓഗസ്റ്റ് 1-ാം തീയതി നടക്കുന്ന ഈ പ്രോഗ്രാം പോലെ സെപ്റ്റംബർ 1-ാം തീയതിത്തെ പ്രോഗ്രാം ഞാനായിരിക്കും എടുക്കുക. അന്ന് എന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. 10 ലക്ഷം രൂപയുടെ സ്ക്രീൻഷോട്ട്. അതിനുള്ള കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് ആണ് മുന്നോട്ട് നയിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും പ്ലാൻ ചെയ്യൂ. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇത് ഒറ്റക്കല്ല. ഞാൻ 10 ലക്ഷം രൂപ നേടുന്ന പറഞ്ഞാല് നടക്കുവോ സിന്ധിൽ സാറേ? നിങ്ങളെല്ലാം കൂടെ തീരുമാനിക്കും. ഒരാൾ ഇന്റർവ്യൂ വെക്കണ്ട കേട്ടാ, അല്ലേ? നടക്കൂല. അപ്പൊ ഇതെന്ത് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കളി പോലെയാണ്. ഫുട്ബോൾ കളിയിൽ എങ്ങനെയാ വിജയിക്കുന്നത്?
ഫുട്ബോളിലെ 7 ഉണ്ട് 11s ഒക്കെ ഉണ്ട് ഇല്ലേ? ഒരാൾക്ക് ഒറ്റക്ക് ഫുട്ബോൾ കളിയിൽ വിജയിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ബോൾ തട്ടി ഒരാൾ കൊടുക്കും, അപ്പൊ എന്ത് ചെയ്യും? മറ്റേ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പാസ് ചെയ്യും നമ്മൾ ഇല്ലേ? രണ്ടാമത്തെ ആക്ക് പാസ് ചെയ്യും, മൂന്നാമത്തെ ആക്ക് പാസ് ചെയ്യും, നാലാമത്തെ ആക്ക് പാസ് ചെയ്യും, ഇങ്ങനെ പോകും. ഒരു ഗോൾ അടിക്കാൻ നോക്കും, അപ്പം എന്ത് ചെയ്യും? മറ്റേ ടീം വന്ന് തട്ടി ഇങ്ങോട്ട് മാറ്റി കളയും. ശരിയല്ലേ? ചിലപ്പോ വീണ്ടും ഇങ്ങോട്ട് പോകും ഇല്ലേ? ചിലപ്പോ അവിടെ നിൽക്കുന്ന 6ാമത്തെ 5ാമത്തെ ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഗോൾ അങ്ങോട്ട് അടിക്കുന്നത് ഇല്ലേ? ശരിയല്ലേ? ബോൾ പാസ് ചെയ്ത് പോകും. അപ്പൊ അവിടെ നടക്കുന്ന എന്താണ്? 6ാമത്തെ ആളുടെ ഒറ്റ കഴിവുകൊണ്ടാണോ ഗോൾ അടിച്ചത്? അല്ലെങ്കിൽ 5ാമത്തെ ആളുടെ കഴിവുകൊണ്ടാണോ ഗോൾ അടിച്ചത്? അല്ല. പിന്നെ എങ്ങനെ ഗോൾ അടിച്ചത്? ആ ടീമിലുള്ള എല്ലാവരും ഐക്യത്തോടു കൂടി നിന്ന് നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് ശ്രദ്ധിച്ച് കളിച്ചുകൊണ്ടാണ് ആ ടീമിന് ഗോൾ അടിക്കാനും ആ ടീമിന് വിജയിക്കാനും സാധിച്ചത്. ഒറ്റക്കുള്ള പോരാട്ടമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നു, നിങ്ങൾ ടീമിനെ കളിക്കാൻ പഠിപ്പിക്കുക, കളി പഠിപ്പിക്കുക. ഒരു സംശയവും വേണ്ട, വലിയ വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സിസ്റ്റത്തിന്റെ കൂടെ പ്രോഗ്രാം സെന്ററിൽ സജീവമാകുക, BOP സെന്ററിൽ സജീവമാകുക. NDOP മസ്റ്റാണ്. 1 ഡേ ട്രെയിനിങ് ഉണ്ട്, 2 ഡേ ട്രെയിനിങ് ക്യാമ്പുകളുണ്ട്. അതുപോലെ തന്നെ ടീമിനെ പഠിപ്പിച്ചെടുക്കണം, വർക്ക്ഷോപ്പുകൾ കൊടുക്കണം. വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് 1 to 1 കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. വർക്ക്ഷോപ്പ് വളരെ പ്രധാനമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ID ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം, ID അടിക്കാൻ പഠിപ്പിക്കണം. പലരും ലീഡേഴ്സും പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കണം. നിങ്ങൾ ഓരോരുത്തർ ID ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് കിട്ടുന്ന എൻട്രീസ് പെട്ടെന്ന് എൻട്രി ചെയ്യപ്പെടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഒരു പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നമുക്ക് ഇന്ന് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് നിങ്ങൾ ഇപ്പൊ തന്നെ ഡയറി എടുത്തിട്ട് നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക. ഒരാൾ പോലും ടൈപ്പ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരാൾ നിങ്ങൾക്ക് എത്ര പറ്റുമെന്ന് ടൈപ്പ് ചെയ്തിടുന്ന് പറഞ്ഞു. ഒരാൾ പോലും ടൈപ്പ് ചെയ്തിട്ടില്ല. അത്രയുണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു വരുമാനം കിട്ടട്ടെ, അതിനായിട്ടുള്ള ശ്രമം തുടരട്ടെ. സീ മോർ പീപ്പിൾ. ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കുക. അതിനുള്ള മനസ്സും ഊർജവും ശക്തിയും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഇബേട്ടോ. സെന്തിൽ സാർ 1 ലക്ഷം മേടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. കോഴിക്കോട് സെന്തിൽ സാർ ഇന്നലെ പറഞ്ഞിരുന്നു. ഇനി ആർക്കും പറയാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എത്ര ലക്ഷം എന്നുള്ള കണക്ക് മാത്രമേ പറയണ്ടൂ. പേരും സ്ഥലവും. എത്ര ലക്ഷം?